ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ഞാൻ ഓൾറെഡി നമ്മളുടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധാ ചമ്മന്തി എന്തായാലും ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കിക്കോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് മാവ് ഫ്രിഡ്ജിലിരിക്കേണ്ടായിരുന്നു. ഇപ്പം കുറേ നാളായിട്ട് നമ്മൾ ദോശയിലേ കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ വിചാരിച്ചു വന്ന ഒരു വെറൈറ്റിക്ക് ഇന്ന് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഡ്ഡലിക്ക് മറ്റേ നമ്മുടെ അപ്പച്ചെമ്പ് വെള്ളം വെച്ചിട്ടൊക്കെ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഞാനിത് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് അരച്ചത്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് നമ്മൾ അരയ്ക്കുമ്പം നമ്മൾ കുറച്ച് കട്ടിയിട്ടല്ലേ, ദോശേൻ്റെ അത്രയും വെള്ളം ഇഡ്ഡലിക്ക് എടുക്കുമ്പം ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗട്ടിലാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ ഇന്ന് സത്യത്തിൽ കുറച്ച് വൈകിയ നമ്മൾ എഴുന്നേറ്റ് 8 മണി എന്തോ ആവാനായും തോന്നുന്നു. അപ്പോൾ വേഗം എന്തായാലും ഇഡ്ഡലി ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ സെറ്റിൽ പരിപാടിയെല്ലാം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ശരിക്കും ഒരു ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സെറ്റാവുമോ എന്നുള്ളത്. ചില സമയത്ത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വേവാത്ത പോലെ തോന്നൂലേ. പക്ഷേ നല്ല ഇഡ്ഡലിയായിട്ട് വന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ മാവ് നമ്മൾ തലേ ദിവസം അരച്ചതല്ല, 2 ദിവസമായി ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു പൊടിക്ക് പുളി കൂടുതലായിരുന്നു. പക്ഷേ സംഭവം നല്ല സെറ്റായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന സംഭവം ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങ് ആക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉച്ച കഴിഞ്ഞിട്ടൊരു ഹൽദീൻ്റെ പരിപാടിയുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ടൊരു കല്യാണത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഹൽദി ഫംഗ്ഷൻ ഇന്നാണ്. അപ്പോൾ നമ്മൾക്കൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞ ഉടുപ്പാണല്ലോ വേണ്ടത്. അപ്പോൾ മഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് തപ്പി പിടിച്ചിട്ട് അത് തേക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അങ്ങ് എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടനെ ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല. ഞാൻ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് ഏട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പം അങ്ങനെ വേഗം എടുത്ത് വെക്കണമായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഏട്ടൻ അവിടെ തലേ ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏട്ടൻ വന്നപ്പോൾ ലേറ്റായി. അതുകൊണ്ട് ഞാനും കിടന്നപ്പം ലേറ്റായി. അതുകൊണ്ടാണ് എഴുന്നേക്കാൻ 8 മണിയായത്. ഉറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു 1:30-2 മണി എന്തോ ആവാനായി തോന്നുന്നു ഉറങ്ങിയപ്പോഴത്തേക്കും. എന്നിട്ട് 8 മണിയായപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു കേട്ടോ. അപ്പം പുറത്ത് എന്തോ ചെറിയതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇരുട്ടുകൂടിയൊക്കെ നിൽക്കണ്ടായിരുന്നു സംഭവം. പക്ഷെ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് കാണുമ്പോൾ നമുക്കിപ്പോൾ മഴ പെയ്യും എന്ന് തോന്നി. പക്ഷെ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പം തന്നെ ഞാൻ മറ്റേ സംഭവങ്ങളൊക്കെ കഴുകി വെച്ചു. അങ്ങനെ മാവൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ആ മാവ് മൊത്തം തീർന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത് കറക്റ്റ് സംഭവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ കഴുകി വെച്ചു. പിന്നെ ചമ്മന്തിക്ക് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞപ്പം ആ സൈഡിൽ നമ്മളുടെ ഈ തേങ്ങ ചിരണ്ടുന്ന സാധനത്തിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ച് നമ്മൾ തേങ്ങ ചിരണ്ടിയാലും ആ സാധനം ഇങ്ങനെ നിലത്തേക്ക് വീണുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മറ്റേ ആ ഒരു വൈപ്പറൊക്കെ വെച്ചിട്ട് അതും കൂടെ ഒക്കെ അങ്ങ് തൂത്ത് വൃത്തിയാക്കായിരുന്നു. അവിടെ പിന്നെ ഞാൻ പറയാറില്ല, എപ്പോഴും നമ്മളവിടെ അടുപ്പിൽ ചോറ് വേവിക്കുന്നതുകൊണ്ടേ അവിടെ എപ്പോഴും വിറകൊക്കെ വെച്ചിട്ട് എപ്പോഴും അവിടെ ഒരു പൊടിയൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ സൈഡും കൂടെ തൂത്തതല്ലേ എന്ന് ഓർത്തിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ നമ്മളുടെ. അപ്പം അങ്ങനെ ഞാൻ ഇഡ്ഡലി അടുപ്പത്തേക്ക് വെച്ചിട്ട് അവിടെയും കൂടെ ഒക്കെ ഒന്ന് തൂത്തു. ഞാൻ ഇതാക്കിയിട്ടു. പിന്നെ നമ്മളുടെ വാഷ് ബേസിനിൻ്റെ അവിടെയും ജസ്റ്റ് ഒരു എണ്ണമയ പോലെ കണ്ടിട്ട് അതും കൂടെ അങ്ങ് തൂത്ത് തുടച്ച് ഞാൻ ഇട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അതെനിക്ക് മറ്റേ മഞ്ഞ ഉടുപ്പിനിടാനും പിന്നെ നാളത്തേക്കും വേണ്ടിയിട്ട് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴക്കാരൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് മഴക്കാരുണ്ട്, ചില സ്ഥലത്തും അങ്ങനെ ഇരിക്കണേ. മഴ പെയ്യുമെന്ന് വിചാരിക്കും, പക്ഷെ മഴ പെയ്യണില്ല എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സ്ഥിരം പോകുന്ന പുതിയിടത്തൊരു കടയുണ്ട്. അവിടെ പോയിട്ട് ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കായിരുന്നു. എനിക്ക് കുറച്ച് കമ്മൽ, തലയിൽ സിറം മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ കയ്യിലിടാൻ വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ വിചാരിക്കണേക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ ഞാൻ മേടിക്കും. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷനാണല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ കമ്മലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഞാൻ ഒരു കമ്മൽ മേടിച്ചു. അത് ഹൽദിക്ക് ഞാൻ പോകും എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനുള്ള ഡ്രസ്സും സംഭവങ്ങളൊന്നും ഞാനങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തലേ ദിവസമാണ് ഏട്ടൻ പറഞ്ഞ് നീയും കൂടെ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെട്ടെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു കമ്മലും പിന്നെ ഒരു ബ്രേസ്ലെറ്റൊക്കെ മേടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു കമ്മൽ കണ്ടപ്പോൾ തന്നെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ട്. അങ്ങനെ കമ്മലൊക്കെ കണ്ടു. അവിടെ ഒരുപാട് നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിലും കുറേ ക്രീംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു സിറം എടുത്തു.
അപ്പം എനിക്ക് മുടി കളർ ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്തെന്ന് അറിയണ്ടായിരുന്നില്ല നല്ല പറ്റിയ സിറം. പക്ഷെ പറ്റിയ ഇതൊരു സ്ട്രീക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു സിറം എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് റേഷൻ കടയിൽ കയറാനുണ്ടായിരുന്നു. അതൊക്കെ കയറി നമ്മൾ വീടെത്തിയത് ഇത്രയും സാധനങ്ങളൊക്കെ ആട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. സിറം മേടിച്ചു, ബുഷ് മേടിച്ചു, ബ്രേസ്ലെറ്റ് മേടിച്ചു, പൊട്ട് മേടിച്ചു, കമ്മൽ മേടിച്ചു. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആ പച്ച കളർ സാധനം ഇട്ടപ്പോഴേക്കും പൊട്ടിപ്പോയി. പിന്നെ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഇതെന്തായിരുന്നു, ഏരിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് കൊഴുവയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു, റേഷൻ കടയിലും പോയി. പിന്നെ ഏരി പപ്പ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൊഴുവ പപ്പ നന്നാക്കി. ഞാനത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾക്ക് ഹൽദി. ആദ്യം ഞാൻ പോകണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമുക്ക് പോകണം. അപ്പോൾ 2 മണി 2:15 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം. എന്തിനാണ് ഇത്ര നേരത്തെ വെക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നാളെ കല്യാണം ആയതുകൊണ്ട് ചിലപ്പോൾ മേ ബി നേരത്തെ തീർന്നിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾക്കൊരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം. ഞാൻ എൻ്റെ ആകെ കൂടെ എനിക്ക് നല്ലൊരു മഞ്ഞ ഉടുപ്പുണ്ട്. അപ്പോൾ അതെ, ഈ ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് തേക്കണം. ഏട്ടൻ്റെ ഷർട്ടും കൂടെയൊക്കെ ഒന്ന് തേച്ച് വെക്കണം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ പറയുക, അവിടെ എത്തിയിട്ടോ. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ ഇത് അവിടുത്തെ കാഴ്ചകളാണ്. നമ്മളുടെ പറവൂർ ആ ഒരു ജംഗ്ഷൻ, തോട്ടക്കാട്ടുകാരാന്ന് പറയും. അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. വലിയതായിട്ടല്ല, നമ്മൾ ജസ്റ്റ് പിള്ളേർ സെറ്റ് മാത്രം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. മഞ്ഞ കളർ വേണമല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഒരു ഉടുപ്പ് എന്ന് പറയുന്നത് മഞ്ഞ കളർ, ഈ ഒരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഏട്ടനും അലമാരിയിൽ നിന്ന് തപ്പി പിടിച്ചിട്ട് ഒരു മഞ്ഞ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വലിയതായിട്ടല്ല, പിള്ളേർ സെറ്റ് മാത്രം ഒരു ഹൽദി ജസ്റ്റ് സെറ്റപ്പ് നടത്താം എന്നുള്ള രീതിക്ക് അങ്ങനെ പോയതാണ്. അപ്പോൾ അവർ ഓൾറെഡി അതിൻ്റെ ഉള്ളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെയാണ് കല്യാണം അമ്പലത്തിൽ വെച്ച് നടന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെയും കൂടി ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഡെക്കറേഷൻ നല്ല ഇഷ്ടപ്പെട്ടു. ആ കൃഷ്ണനും രാധയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പുറത്താണെങ്കിലും ജസ്റ്റ് ഹൽദിയുടെ പോലെ ഒരിതൊക്കെ വെച്ച് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പെണ്ണിനെ അകത്തേക്ക് കയറ്റി. പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് എന്താ പറയുക, പുടവ കൊടുക്കൽ ചടങ്ങ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും അപ്പുറം അവിടെ കുറച്ച് പരിപാടികളും പാട്ടും മേളവും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പം സ്റ്റേജിലേക്ക് ആൾക്കാരൊക്കെ കയറിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ സ്ഥിരം അറിയാമല്ലോ, ഹൽദിയുടെ പരിപാടികൾ, സ്വീറ്റ്സ് കൊടുക്കുക, മഞ്ഞളിട്ട് കുളിപ്പിക്കുക, അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളും കയറാൻ പോയിപ്പോൾ ഈ വീഡിയോ വേറൊരു ചേട്ടനായിട്ടും എടുത്തത്, കിരൺ ചേട്ടൻ. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഞാൻ മറ്റേ പോലെ എടുക്കാൻ പറഞ്ഞിട്ട് സൈഡ് തിരിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അത് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് നമ്മളങ്ങ് കയറി. അതുകൊണ്ടാണ്ടോ തല തിരിഞ്ഞും കുനിഞ്ഞൊക്കെ ഇരിക്കണേ. നിങ്ങളൊക്കെ തിരിച്ചൊക്കെ ഇരുന്ന് കണ്ടോളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓക്കെ. അപ്പോൾ പിന്നെ ഇതേ നേരേക്ക് കറക്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ അവളോട് ചോദിച്ചു, നിനക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ഒരുപാടുണ്ടല്ലോ, പിന്നെ കുറച്ചിച്ച് കൊടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ പിന്നെ വയറൊക്കെ നിറയുമല്ലോ. കാരണം വരണവരും പോണവരും എല്ലാം നമ്മുടെ വായിലേക്ക് കുത്തിക്കയറ്റി കൊടുക്കുമല്ലോ. എൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ തിന്ന് പണ്ടാറടങ്ങി. എൻ്റെ മുഖത്തൊക്കെ ഒരു ദാക്ഷിണ്യവും കൂടാണ്ടാണ് ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചേ തേച്ച് കൊടുത്തോളൂ. പിന്നെ അവൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട്, അപ്പോൾ അവൾക്ക് അലുവ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലുവയുടെ ഒരു ചെറിയ പീസ് കൊണ്ട് അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മൾ അതൊക്കെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അവൾക്ക് അത്രയും വേണ്ട, പകുതി വേണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ വായിൽ വെച്ച് കൊടുത്ത് കുറേ ഫോട്ടോസും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഇത് അവരുടെ പുടവ കൊടുക്കൽ ചടങ്ങാട്ടോ. നമ്മൾ ക്രിസ്ത്യൻ ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾക്ക് ഹിന്ദു ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിന് നമ്മൾ പോവുക. അപ്പം തലേ ദിവസത്തെ ഈ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം പുടവ കൊടുക്കൽ ചടങ്ങൊക്കെയാണ് നടക്കുന്നത്, അത്രയ്ക്കുള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് ലേറ്റായിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ടൊക്കെ ക്ഷീണിച്ചാൽ വന്നേ. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ചോറ്, മാങ്ങാക്കറി, പിന്നെ ചിക്കൻ, അങ്ങനെ മുതലായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം പിന്നെ കിടന്നുറങ്ങി. കാരണം പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് 8 മണി ആകുമ്പോഴത്തേക്കും പോകണമായിരുന്നു. അങ്ങനെ അന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീടെത്തി അടിച്ചു പൊളിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇനി ഞാൻ ബാക്കി കല്യാണത്തിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്തതിൽ ഞാൻ വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.